VPP മുസ്തഫ, ശ്രീ പത്മനാഭൻ പറയുന്നതനുസരിച്ച് പാർട്ടി എപ്പോൾ വേണമെങ്കിലും നിലപാട് മാറ്റാം. ഇന്നലെ പറഞ്ഞത് മാറ്റം ഇന്ന് മാറുന്നു. പാർട്ടി 1% ഓളം മാത്രം വോട്ടുള്ള ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു. അത് കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായി മാറിക്കഴിഞ്ഞൊരു പാർട്ടിയെക്കുറിച്ചാണ് പറയുന്നതാണ് പറഞ്ഞത് ശ്രീ പത്മനാഭൻ. മറ്റു രണ്ട് വിമർശനങ്ങളും താങ്കൾ കേട്ട് കാണുമല്ലോ. ഡെങ് സിയോപിങ്ങിൻ്റെ കാലത്തെങ്കിലും ഇത്തരമൊരു മാറ്റം വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി കേരളം വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുമായിരുന്നുവെന്നാണ് CP ജോൺ പറഞ്ഞു വെച്ചത്. ശ്രീ VPP മുസ്തഫ. CPIM നമ്മുടെ നാടിൻ്റെ സ്പന്ദനം മനസ്സിലാക്കി കാലാനുസൃതമായ നവീകരണത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ കാലാനുസൃതമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്, ഒരു ഐഡിയോളജിയാണ്, ഒരു ദർശനമാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ CPIMനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ അന്ന് ഒന്ന് പറഞ്ഞു ഇന്നൊന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഇവരുടെ വാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഇപ്പോൾ സ്വകാര്യ മൂലധനത്തെ സംബന്ധിച്ച് എന്തോ ഇപ്പം ഞങ്ങൾ നിലപാട് മാറ്റിയതാണ്. 57 ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്നത്, ഈ കേരളത്തിൽ EMSന്റെ ഗവൺമെൻറ്. അന്ന് സാക്ഷാൽ ബിർളയാണ് വിളിച്ചുകൊണ്ടുവന്നത്. കേരളത്തിൽ മാവൂരിൽ ഗോളിയോർ റൈൻസ് ഉണ്ടാക്കിയത്. സ്വകാര്യ നിക്ഷേപത്തിന് അന്ന് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലമായിരുന്നു. അതുകൊണ്ട് പൊതുമേഖലയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായി നിലകൊള്ളുമ്പോഴും പറഞ്ഞോളൂ, തുടരാം. സ്വകാര്യ പൊതുമേഖലയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായി നിലകൊള്ളുമ്പോഴും സ്വകാര്യ CP ജോൺ എന്തോ ഇടപെട്ടു. CP ജോൺ അല്ല, ഞാൻ മുസ്തഫയെ കുറിച്ച് വിമർശനം ഉന്നയിച്ചത് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ 51 നയപ്രഖ്യാപനവും 56 ഐശ്വര്യ കേരളത്തെ സംബന്ധിച്ച രേഖയും 57 ഗവൺമെന്റും ബിർളയും ഒക്കെ CPI ആണ്. മനസ്സിലായി. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ് എന്നുള്ളതാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടിയേ ഇല്ല. ആ പാർട്ടിയുടെ പേര് CPI എന്നാണ്. CPM ഉണ്ടായി, അത്രേ ഉള്ളൂ. CPM ഉയരുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ വായിക്കുന്നില്ല. അപ്പൊ CPMന്റെ രേഖയില്ല. CPMന്റെ രേഖ ജനകീയ ജനാധിപത്യവുമാണ്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പോ ഈ സംസ്ഥാന സമ്മേളനത്തിൽ എങ്ങനെയാ നയപ്രഖ്യാപനം നടത്തുക? ഇത് പാർട്ടി കോൺഗ്രസിലല്ലേ നടത്തേണ്ടത്? പാർട്ടി കോൺഗ്രസിലാണ് കേരളത്തെ മാത്രമുള്ള കേരളത്തിന്റെ മാത്രമായിട്ടുള്ള നവകേരളത്തിന്റെ പുതുവഴികൾ. അതാണ് ഞാൻ പറഞ്ഞത്. 2022 അങ്ങനൊരു സംവിധാനം തുടങ്ങി വെക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ CPM ഒരു പ്രാദേശിക പാർട്ടിയായി കഴിഞ്ഞുവെന്ന് ഈ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചിരിക്കുന്നു, DMK പോലെ. അപ്പോൾ വളരെ ക്ലിയർ ആയി. VPP മുസ്തഫ അതിനുള്ള മറുപടി കൂടി. സർ, റീജിയണൽ പാർട്ടി. ശരി. അല്ല ജോണേട്ടൻ ഇപ്പം നേരത്തെ CPMന്റെ ഭാഗമായിരുന്ന ഒരാളാണ്, പിന്നീട് CMP ആയി. അതുകൊണ്ട് CPM കാലത്തെ അദ്ദേഹം തന്നെ നേതൃത്വം നൽകിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തള്ളിപ്പറയൂ. ഇപ്പോൾ അദ്ദേഹം SFI സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം സ്വകാര്യ പോളി വിരുദ്ധ സമരത്തിന് 80കളിൽ കേരളത്തിൽ നേതൃത്വം നൽകിയത്. സ്വകാര്യ പോളി വിരുദ്ധ സമരം കേരളത്തിലെ SFIയുടെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായിരുന്നു. ആ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് സഖാവ് CP ജോൺസൺ. അതിനെ അദ്ദേഹം തള്ളിപ്പറയുമോ? അതുപോലെ സഖാവ് EMS CPIയിലായിരുന്നു. അന്ന് അവരെല്ലാം CPIയുടെ ഭാഗമാണ്, CPIയുടെ നേതാവാണ്. CPIയുടെ അന്നത്തെ അഖിലേന്ത്യാ നേതൃനിരയിലുള്ളയാളാണ് EMS. ആ EMS നേതൃത്വത്തിലാണ് അന്ന് ഈ കേരളത്തിലേക്ക് സ്വകാര്യ മൂലധന നിക്ഷേപം കൊണ്ടുവരുന്നത്. വ്യക്തമാണ്. ഇനി ചോദ്യം ഇതാണ്, ഈ VSന്റെ കാലത്ത് 98 മുതൽ ഒരു നിമിഷം CP ജോൺ, ഞാൻ ഒരു കാര്യം കൂടി എനിക്ക് അദ്ദേഹത്തോട് ചോദിച്ച് ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. നോക്കൂ, 95 കൊല്ലത്തെ അവസാനത്തെ സമ്മേളനം. 30 വർഷം പിന്നിട്ടു. 95 സമ്മേളനത്തിൻ്റെ പ്രത്യേകത, ദേശീയ തലത്തിൽ നമ്മൾ നവോദാരീവൽക്കരണത്തിലേക്ക് നയം മാറുന്ന ഘട്ടത്തിലാണ് 95 സമ്മേളനം നടക്കുന്നത്. പക്ഷേ 95 സമ്മേളനത്തിലാണ് VSും പിണറായിയും തമ്മിലുള്ള വിഭാഗീയതയുടെ ആദ്യ ഘട്ടം ഉണ്ടാകുന്നത്. പത്മലോചനും P രാജേന്ദ്രനും ഒക്കെ അവിടെ പരസ്പരം മത്സരിക്കുന്നതും P രാജേന്ദ്രൻ പത്മലോചനെ വെട്ടിപ്പോകുന്നതും അവിടെയാണ്. അവിടെ മുതൽ തുടങ്ങുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ് VPP മുസ്തഫ ചോദ്യം. ഈ നയരേഖ, ഈ നവകേരളത്തിൻ്റെ പുതുവഴികൾ 95 അവതരിപ്പിക്കപ്പെടേണ്ടതായിരുന്നില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. VPP മുസ്തഫ.
അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പൂർവ്വകാലത്തുണ്ടായിരുന്ന നിലപാടുകളാകെ തള്ളിപ്പറഞ്ഞിട്ടല്ല ആ നേതൃത്വം അന്ന് ചെയ്ത കാര്യങ്ങൾ വെറും CPIയുടേത് മാത്രമാണ്, അതിന് CPMനൊന്നും അവകാശപ്പെടാനില്ല എന്ന് പറയുന്നത്. ചരിത്രപരത എന്ന് പറയുന്നത് അതിന്റെ തുടർച്ചയിൽ ഇപ്പോൾ CPIM രൂപീകരിച്ചപ്പോൾ അന്ന് CP ജോണൊക്കെ അതിന്റെ ഭാഗമാണല്ലോ. അന്ന് ഒന്നാം പാർട്ടി കോൺഗ്രസ് എന്നല്ലോ പറഞ്ഞത്. ചരിത്രത്തിലേക്ക് പോയി കൊടുക്കണ്ട. എന്റെ ചോദ്യം സ്ട്രേറ്റ് ആണ്, അങ്ങ് കേട്ടില്ലെന്ന് തോന്നുന്നു. 3 പതിറ്റാണ്ട് മുമ്പ് കൊല്ലത്ത് 95-ൽ ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ വേണ്ട രേഖയാണ് 3 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം വരുന്നത് എന്നൊരു വിമർശനമുണ്ട്. അതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുക VP മുസ്തഫ? അല്ല, അങ്ങനെ ഒന്നുമില്ല. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ദെങ് സിയാഒപിങ് മാവോയെ തള്ളുകയല്ല, നവീകരിക്കുകയാണ്. കാലാനുസൃതമായി മൂർത്തമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുകയാണ്. ഇപ്പൊ ശ്രീലങ്കയിൽ ജനതാ വിമുക്തി പെരുമന അധികാരത്തിൽ വന്നു. അവര് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജി സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അവർ നേരത്തെ സായുധ സമരത്തിന്റെ മാർഗം സ്വീകരിച്ചവരാണ് 80-ൽ. അന്നത്തെ ശ്രീലങ്കൻ ഭരണകൂടം അവരെ നിർദ്ധയം വേട്ടയാടിയതാണ്. 10,000-കണക്കിന് സഖാക്കളെയാണ് JVPയുടേത് ശ്രീലങ്കയിൽ കൊന്നൊടുക്കിയത്. അവർ പിന്നീട് പാർലമെന്ററി രംഗത്തേക്ക് വന്നു. 5 വർഷം മുമ്പ് ആകെ 2 സീറ്റും 3% വോട്ടും ഉണ്ടായിരുന്ന പാർട്ടി ശ്രീലങ്കയിലെ ജനകീയ കലാപത്തിന് ശേഷം ഇന്നിപ്പോൾ അവിടെ അധികാരത്തിലെത്തിയിരിക്കുന്നു. പാർലമെന്റിലെ വലിയ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. നമ്മൾ നേപ്പാളിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ഇപ്പോൾ അധികാരത്തിലുള്ളത് യുണൈറ്റഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്. അതിന്റെ നേതാവ് KP ശർമ്മ ഒലിയാണ് അവിടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നത് നേപ്പാളിൽ. നേരത്തെ മാവോയിസത്തിന്റെ വലിയ വേരുകൾ ഉണ്ടായിരുന്ന നാടാണ് നേപ്പാൾ. അവിടുന്ന് അവർ പാർലമെന്ററി മാർഗത്തിലേക്ക് വന്നു. അതുകൊണ്ട് ഈ 1.79% വോട്ടിന്റെയൊക്കെ കണക്ക് പറഞ്ഞിട്ട് പത്മനാഭനെ പോലുള്ള ആളുകൾ ഈ കമ്മ്യൂണിസത്തിന് ഭാവിയൊന്നുമില്ല, അതൊക്കെ ഇവിടെ തീർന്നതാണ് എന്ന് പറയുന്നവർ നല്ലതുപോലെ ആലോചിക്കണം. ലോകത്തെവിടെയും വിമോചനം ആഗ്രഹിക്കുന്ന ആളുകൾ, മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, സമത്വപൂർണമായ, നേരത്തെ NM പറഞ്ഞ പോലെ സമത്വപൂർണമായ ഏതാണ്ട് അന്തസ്സായ ജീവിതത്തിനുള്ള സാഹചര്യം ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പമാണ്. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, അതിന് 3 പതിറ്റാണ്ട് വൈകിയ ഒരു നയരേഖയാണോ അവതരിപ്പിച്ചതെന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലാനുസൃതമായ നവീകരണമാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് CPIM കൈക്കൊണ്ട നിലപാടെന്താ? ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന മൂല്യം അത് പൊതുമേഖലയെ സംരക്ഷിക്കുകയാണ്. ആ പൊതുമേഖലയാണ് സാധാരണ ജനങ്ങൾക്ക്, അടിസ്ഥാന വർഗത്തിന് ഏറ്റവും ആശ്രയിക്കാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, പൊതുവിതരണ സമ്പ്രദായം, പൊതു മേഖല, ഇങ്ങനെ തുടങ്ങി ആ പൊതു ഇടങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട്. അതുകൊണ്ടാണ് സ്വകാര്യ പോളിക്കെതിരായ സമരം വന്നത്. അതുകൊണ്ടാണ് പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി എടുത്ത് സ്വകാര്യ ട്രസ്റ്റിന് കൊടുക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിന് സങ്കല്പത്തിനെതിരെ അന്ന് സമരത്തിൽ വന്നത്. അത് തന്നെയാണ് നേരത്തെ ആഗോളവൽക്കരണ മൂലധന നയങ്ങൾക്കെതിരായിട്ടുള്ള സമരം വന്നത്. ഇവിടെ 2016 അധികാരത്തിൽ 95-കൾക്ക് ശേഷം ഈ ആഗോളവൽക്കരണ മൂലധന ശക്തികൾക്കെതിരായിട്ട് നിങ്ങൾ നടത്തിയ സമരവും ഇപ്പോൾ P രാജീവിന്റെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റ് കേരള നടത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം? ഞങ്ങൾ എടുത്ത നിലപാടുകൾ ശരിയാണ് എന്ന് തെളിയുകയല്ലേ? ആസിയാൻ കരാറിനെതിരെ ഞങ്ങൾ സമരം ചെയ്തപ്പോൾ ഇവർ ഏത് കേരളത്തിലെ റബ്ബർ വില 3 പതിറ്റാണ്ട് മുമ്പ് ഈ ഇൻവെസ്റ്റ് കേരളയുടെ ആശയം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ആഗോള മൂലധന ശക്തികൾക്കെതിരായിട്ട് നിങ്ങൾ നടത്തിയ പോരാട്ടം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വികസനത്തെ ആ അർത്ഥത്തിൽ പിന്നോട്ടടിപ്പിച്ചു, നമുക്കൊരു ബസ് നഷ്ടപ്പെട്ടു എന്നതിനൊപ്പം എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? അവരെ ഇത്രയും കാലം വൈകിപ്പിച്ചതുകൊണ്ട്, നിക്ഷേപം വൈകിപ്പിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത്? അവിടെയാണ് നിങ്ങൾ കാണേണ്ടത് അരുൺ. ഈ ആഗോളവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങളുടെ പിറകെ പോയ കേരളത്തിലെ വലതുപക്ഷം നമ്മുടെ പൊതു സംവിധാനങ്ങളെ മുഴുവൻ തകർത്തു. അതിന്റെ ഫലമുണ്ടായത് എന്താ? കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ കൊഴിഞ്ഞുപോയി. കാരണം പഴയ ബീഡി തൊഴിലാളിയുടെ, പഴയ കയർ തൊഴിലാളിയുടെ, പഴയ അടിസ്ഥാന വർഗത്തിന്റെ മക്കൾ നേരത്തെയുള്ള ഇടതുപക്ഷ ഇടപെടലുകൾ അതുണ്ടാക്കിയ ജീവിത ഗുണനിലവാരം വർദ്ധിച്ചപ്പോൾ അവരുടെ മക്കൾ മിഡിൽ ക്ലാസ് ആയിട്ട് വന്നു. ആ മിഡിൽ ക്ലാസിന്റെ മക്കൾ കേരളത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ വിട്ടില്ല. 2011-16 കാലയളവിൽ 1300 സ്കൂളുകൾ അടച്ചുപൂട്ടാൻ UDF ഗവൺമെന്റ് തീരുമാനിച്ചതാ. കേരളത്തിൽ 2011 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം LDF ആരംഭിച്ചു. ഒരൊറ്റ സ്കൂളും അടച്ചുപൂട്ടേണ്ടി വന്നില്ല. പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ തിരിച്ചു വന്നു. TTIകൾ
നേരത്തെ കേരളത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചതാണ് പല സ്വകാര്യ TTIകളും. അവിടെയെല്ലാം ഇപ്പോൾ വിദ്യാർത്ഥികൾ നിറയുന്നു. പൊതുമേഖലയിൽ അധ്യാപകർ വന്നു. 2016 മുതൽ ആദ്യം പൊതുമേഖലയെ ശക്തിപ്പെടുത്തിയതിനു ശേഷം സ്വകാര്യ മൂലധന നിക്ഷേപത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ അസന്റ് കേരളയും പിന്നീട് ഇപ്പോൾ ഇൻവെസ്റ്റ് കേരളയും നടപ്പിലാക്കിയത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നയരേഖയും അതിന്റെ തുടർച്ചയായിട്ടാണ് മനസ്സിലാക്കുന്നത്. Debate with Dr. Arun Kumar.